ബംഗളൂരു നഗരത്തിലെ അവസ്ഥയും അതിഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 100 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് ഹോട്ടൽ ഉടമ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് അതായത് ഈ ഹോട്ടലുകളിലേക്ക് എത്തുന്നവർക്ക് ഭക്ഷണം നൽകാനാവുന്നില്ല. മെനുകളൊക്കെയും ചുരുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൂടുതലായിട്ടും എണ്ണയിൽ പാകം ചെയ്യുന്ന ഭക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇപ്പോഴും അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറുകളുടെ വില 7000-ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 7000 കൊടുത്താൽ പോലും ഇപ്പോൾ സിലിണ്ടർ കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ചായക്കടകളിൽ ചായയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ 15 രൂപ ചായ ആയിരുന്നു, അതിപ്പോൾ 20 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. വടയുടെ വില മാറിയിരിക്കുക. അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങളെല്ലാം തന്നെ കൂടിയതാണ് ഈ ഹോട്ടൽ ഉടമകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനത്തിനും ഇപ്പോൾ വില വർധനവുമായിരിക്കുകയാണ്. സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. എന്തായാലും എണ്ണ ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് എത്തിയെന്നുള്ള വാർത്ത, ശുഭകരമായ വാർത്ത എത്തുമ്പോൾ തന്നെയും ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ അവസ്ഥ വീണ്ടും പരിതാപകരമായി മാറിയിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഹോട്ടൽ നടത്തുന്ന ഒരാളുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. മലയാളിയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴത്തെ ക്യാഷ് കൊടുത്താലും ഗ്യാസ് കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്നും നാളെയും ഓടിക്കാനുള്ള ഇതുണ്ട്. അത് കഴിഞ്ഞ ഷോപ്പ് പൂട്ടിയിട്ട് അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. എത്ര രൂപയാണ് നിങ്ങൾ? ഇപ്പോൾ 5,000-6,000 രൂപയൊക്കെയാണ് കരിഞ്ചന്തയിൽ ഓടുന്നത്. നമുക്ക് സാധനം കിട്ടാനില്ല, കൊടുത്തു കഴിഞ്ഞാലും ഗ്യാസ് കിട്ടാനില്ല. അത് തന്നെയാണ്. അതായത് പൈസ കൊടുത്താൽ പോലും സിലിണ്ടറുകൾ ലഭ്യമാകാത്ത ഒരു അവസ്ഥയിലേക്കാണ്. പലയിടത്തെയും വില 6,000, 7,000 അതിന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറുകൾ ഒപ്പം തന്നെ ഗാർഹിക സിലിണ്ടറുകളുടെയും വില വർധനവ് വലിയ തോതിൽ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഹോട്ടൽ ഉടമ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 ദിവസമായിട്ട് പല ഹോട്ടലുകളും പൂട്ടേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നികുതി ഇളവ് നൽകണമെന്നുള്ള ആവശ്യമായിട്ട് കഴിഞ്ഞ ദിവസം അവർ സർക്കാരിനെ സമീപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നിബന്ധനകൾ ഇപ്പോൾ സർക്കാർ മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അടഞ്ഞുകിടക്കുന്ന ഹോട്ടലുകൾക്ക് നികുതിയിൽ എന്തെങ്കിലുമൊക്കെ ഇളവ് നൽകാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഭക്ഷ്യ മന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്.